ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മുത്തഖീങ്ങൾക്ക് പറഞ്ഞ ഈ പറയപ്പെട്ട വിശേഷണങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ അലാ ഹുദം മിർ റബ്ബിഹിം, അവരുടെ യജമാനനായ നാഥനായ അല്ലാഹുവിങ്കിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു മഹത്തായ ഹുദയുടെ അംശം, ആ ഹുദയുടെ മുകളിലിരിക്കുകയാണവർ. ആ ഹുദയെ കീഴടക്കിയവരാണവർ. അവരുടെ കൈവശമാണ് ഹുദ, അവരുടെ നിയന്ത്രണത്തിലാണ് ഹുദ, അവരുടെ വിതരണത്തിലാണ് ഹുദ, അവർ കൊടുക്കുന്നവരാണ് ഹുദ, അവരാണ് ഹുദയുടെ വഴികാട്ടുകൾ, അവകാശികൾ. ആ ഹുദയുടെ മുകളിൽ അവരുള്ളത് കൊണ്ടാണ് ഖുർആനിൽ നിന്ന് വഴിയെ നടക്കാനുള്ള ഹുദകളും വെളിച്ചങ്ങളും നിരന്തരം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്താണ് ഇതിനർത്ഥം? മനുഷ്യരെ വഴി കാണിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ഗന്ധം ഹുദല്ലിന്നാസ്, മാനവകുലത്തിന് മൊത്തം ഹുദയായി ഇറക്കിയിട്ടുള്ള ഗന്ധം. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ എന്ന ഭക്തന്മാർക്ക് മാത്രം ഹുദയായി തീരുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. നേരത്തെ ഖുർആനിന്റെ വഴികാട്ടലിന് മുൻപേ അല്ലാഹുവിങ്കൽ നിന്ന് ലഭിക്കേണ്ട മഹത്തായ ഒരു വെളിച്ചമുണ്ട്. ഹിദായത്തിന്റെ വെളിച്ചത്തിൻ്റെതായ ഒരു നല്ല വെളിച്ചം. ആ ദിവ്യപ്രഭ ഹൃദയത്തിൻ്റെ അകത്ത് ലഭ്യമാവുകയും അതവർക്ക് സ്വന്തമാവുകയും ചെയ്താൽ ആ സ്വന്തമായ ഹുദയുള്ള ആളുകൾക്കാണ് ഖുർആനിൻ്റെ മാർഗദർശനവും ഖുർആനിൻ്റെ വഴി നടത്തലും ഉപകരിക്കുകയെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. പടച്ചതമ്പുരാൻ വിവരിക്കുന്നു. പടച്ചതമ്പുരാൻ്റെ വിവരണം അർത്ഥവത്താണ്. പടച്ചോൻ്റെ അടുത്തുനിന്നൊരു ലേശം വെളിച്ചം കിട്ടണം, എന്നാലേ പിന്നെ ഖുർആനിൽ നിന്ന് വെളിച്ചം പകരാൻ കഴിയൂ. പടച്ചോൻ്റെ അടുത്ത് നിന്നൊരു വെളിച്ചം കിട്ടണം, അപ്പോഴേ മുത്തനബിയെ പിന്തുടർന്ന് വെളിച്ചം കിട്ടാൻ കഴിയൂ. എങ്കിൽ പിന്നെ പടച്ചോൻ്റെ അടുത്ത് നിന്നൊരു വെളിച്ചം കിട്ടണം. അവർക്ക് ഔലിയാക്കളിൽ നിന്നും ഉലമാക്കളിൽ നിന്നുമൊക്കെ വെളിച്ചം കിട്ടൂ എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ പ്രയാസപ്പെടേണ്ട. ഔലിയാക്കളുടെ ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടണമോ? ഔലിയാക്കൾ എന്തിനു വേണ്ടി ജീവിച്ചു എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായ ഹിദായത്ത് എന്നത് കിട്ടണമോ? ആ ഹിദായത്ത് കിട്ടാൻ പടച്ച തമ്പുരാൻ ഏകി നൽകുന്ന ഹിദായത്തിന്റെ ദിവ്യമായ വെളിച്ചത്തിന്റെ അടിത്തറയായ അംശം, മഹത്തായ ആ ഹിദായത്തിന്റെ അംശം. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽഇസ്ലാം വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ളയ്യഖൻ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ്സമാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വെളിച്ചം, നെഞ്ചു വിശാലമാകുന്ന വെളിച്ചം, ഹൃദയത്തിന് വിശാലത കിട്ടുന്ന വെളിച്ചം, മനസ്സിന് സുഖം കിട്ടുന്ന വെളിച്ചം, മനസ്സ് വിശാലമാകുന്ന ലക്ഷ്യം, കുടുസ് ഹൃദയത്തിൽ നിന്ന് മോചനം നേടി പരന്ന ഹൃദയമായി മാറുന്ന ആ ഹൃദയം, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഹൃദയം വരുന്ന ആ വെളിച്ചം കിട്ടണമെങ്കിൽ പടച്ചവൻ ഹിദായത്ത് ഉദ്ദേശിച്ച ആൾക്ക് അവൻ്റെ മനസ്സിൽ അല്ലാഹു തആല ഒരു ദിവ്യ വെളിച്ചം എറിഞ്ഞു പിടിപ്പിക്കണം. ഈ എറിഞ്ഞു പിടിപ്പിച്ച ലക്ഷ്യം കിട്ടുമ്പോഴാണ് അള്ളാന്റെ ബാക്കി ഹിദായത്തൊക്കെ കിട്ടുക. ഇതാണ് തൗഫീഖ്. ഈ തൗഫീഖുള്ള ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളിൽ നിന്ന് ഉദ്ദേശിച്ച ഈ വെളിച്ചം കിട്ടും. നമുക്ക് ഈ തൗഫീഖിന്റെ വെളിച്ചം കിട്ടുമോ, തൗഫീഖിന്റെ വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി നോക്കി. നിങ്ങൾ നല്ല വ്യത്യാസം പറയാം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളിൽ വമ്പൻ ആരാണ് വമ്പൻ? റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളിൽ വമ്പൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ആർക്കും കിട്ടുമല്ലോ. ആരാ വമ്പൻ? ആരാണ്? റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളിൽ ഏറ്റവും 1-ാം നമ്പർ മുമ്പൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മറുപടിക്ക് വഞ്ഞല്ല, ആർക്കും കിട്ടും. അബൂബക്കർ സിദ്ദീഖ് നബിയെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ആൾ. അസ്സാനിയത്താലിയൽ മഹ്മൂദ മശ്ഹദുഹു وأول الناس منهم صدق الرسل. നബിയുടെ കവി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പ്രകീർത്തിച്ച മഹാൻ അസ്സാനിയത്താലിയ, നബി തങ്ങളോട് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന, നബി തങ്ങളുടെ രണ്ടാമനായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന അൽ മഹ്മൂദ മശ്ഹദുഹു. തൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അത് വാഴ്ത്തപ്പെടുന്ന സാന്നിധ്യമായല്ലാതെ വേണ്ടിയിരുന്നില്ല അദ്ദേഹം എന്ന് തോന്നുന്നവരിടത്തും സിദ്ദീഖുൽ അക്ബർ സന്നിഹിതനായിട്ടില്ല. നോക്കി അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർ വർണ്ണിക്കുന്ന വർണ്ണശക്തിക്ക് അസ്സാനിയ മനസ്സിലാക്കുക. ഇസ്ലാമിലേക്ക് രണ്ടാമത് കടന്നു വന്നവർ റസൂലുള്ളാഹിന്റെ ശേഷം നബി അബൂബക്കർ സിദ്ദീഖ്.
അത്താലിയ, നബിയോട് തൊട്ടടുത്ത് നിൽക്കുന്നയാൾ സിദ്ദീഖുൽ അക്ബർ. അൽ മഹ്മൂദ മശ്ഹദുഹു, താൻ എവിടെ സന്നിഹിതനായോ ആ സന്നിഹിതനായത് വാഴ്ത്തപ്പെടും. ആരും വാഴ്ത്തപ്പെടുന്ന വിധേ മൂപ്പർ സന്നിഹിതരാവും. ഇതാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം തിരിയാണെങ്കിൽ വലിയ പാടാ. നമ്മളൊരാള് അണിഞ്ഞൊരുങ്ങി പ്രയാസപ്പെട്ട് തിരക്കിട്ടൊരു ബൈക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക. ആ ഒരുങ്ങുന്ന നേരത്തിൻ്റെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഏറ്റവും വീര്യപ്പെട്ട, ഏറ്റവും നമ്മൾ ആദരിക്കേണ്ട, ഏറ്റവും അധികം നമ്മൾ കടപ്പെട്ടൊരു മനുഷ്യൻ കയറി വരുന്നത്. ആ കയറി വന്നാൽ ഇയാളെ വരവിനെ പറ്റി നമ്മളെന്താ പറയാ? ഈ ചെങ്ങായി കയറി വരാൻ കണ്ടൊരു നേരം, ആളെത്ര വലിയവനാവട്ടെ, ഏത് തങ്ങളാവട്ടെ, ഓന്റെ വരവ് അൽ മഹ്മൂദാന്ന് പറയൂല, അൽ മൽമൂമ മശ്ഹദുഹു. പാവർത്തി വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർണ പ്രശ്നത്തിൽ കുരുങ്ങിയിട്ട് ഇങ്ങനെ മനസ്സ് കറങ്ങിയിരിക്കുക. ആ സമയത്ത് ഒരു കോൾ, ഫോണിലൊരു കോള്, ബെല്ലടിച്ച് നോക്കുമോ മറിച്ച് നോക്കുമ്പോൾ എന്നെ ആളാ. വേണ്ടാത്ത നേരത്തെ എന്നെ ഇച്ചങ്ങായി വിളിക്കുള്ളൂ, അല്ലെങ്കിൽ ഇവൻ വിളിക്കുള്ളൂ. അങ്ങനെ അനുഭവമില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? വേണ്ടാത്തോട് തന്നെ വരുന്ന ചിലരില്ലാത്ത, വേണ്ടാത്തോട് തന്നെ വിളി വരുന്നവരില്ലാത്ത, അധികവും ചില ആളുകളൊക്കെ അങ്ങനെ വരിക. ചില ആളുകളുടെ രീതിയാണിത്. അതെന്താ? ഓല തെറ്റൊന്നുമല്ല. ഇയാൾ നിൽക്കുന്നത് അങ്ങകലെ ഗൾഫിലാണ്. ഇയാളെന്താ പണിയെന്ന് ഗൾഫിൽ നിൽക്കുന്ന ആൾക്കറിയൂല. പക്ഷെ ഗൾഫിൽ നിൽക്കുന്ന ആള് വിളിക്കുന്നത് വേണ്ടാത്തൊരു സമയത്തേ വിളിക്കുള്ളൂ. അങ്ങനത്തെ ചില നിർദോഷികൾ, ഭാഗ്യവാന്മാരല്ലാത്ത ദൗർഭാഗ്യവാന്മാരില്ലേ? എന്നാ അതേ സമയത്ത് ഇയാളൊന്ന് കിട്ടണ്ടീനു, ഇയാളൊന്ന് വിളിക്കണ്ടീനു, ഇയാളൊന്ന് വേണ്ടീനു തോന്നണ നേരത്തെ തന്നെ വിളിക്കുന്ന ചിലരുണ്ട്. എപ്പ വേണോ അപ്പ അയാൾ റെഡി എന്ന് പറഞ്ഞു നമ്മൾ, അല്ലേ? അങ്ങനത്തെ ചിലര്. ഇതുവർക്ക് നമ്മളെന്താ പേര് പറയാ? ഭാഗ്യവാന്മാർ. ഇതാണ് സിദ്ദീഖുൽ അക്ബർ. അൽ മഹ്മൂദ മശ്ഹദുഹു. തന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ ആരും കുറ്റപ്പെടുത്തൂല, വേണ്ടെന്ന് പറയൂല. അദ്ദേഹം ഇവിടെ വരേണ്ടിയിരുന്നില്ല എന്ന് പറയൂല. അദ്ദേഹം വരേണ്ട സന്ദർഭത്തിൽ തന്നെ വരും. ഇങ്ങനെയുള്ളത് യോഗം കിട്ടിയ ആൾ. ഹസ്സാൻ ഇബ്നു സാബിത്ത് കവിയല്ലേ? കവിക്ക് വിശാലമായ ചിന്തയായിരിക്കും, നീണ്ട ചിന്ത. ആ മദ്ഹുകൾ അദ്ദേഹം കണ്ടെത്തുന്ന എവിടെയും വേണ്ടപ്പോൾ മാത്രം വരുന്ന ആൾ. പിന്നീട് അവർ പറയുന്ന എന്താ? മുർസലീങ്ങളെ വിശ്വസിച്ചവരിൽ ആദ്യത്തെ വിശ്വാസിയുമാകുന്നു മുഹമ്മദ് മുസ്തഫ. തങ്ങളെ മാത്രമല്ല, നബി തങ്ങളെ വിശ്വസിക്കുന്നതിലൂടെ ലോകത്തെ മുഴുവൻ മുർസലീങ്ങളെയും വിശ്വസിക്കുന്നു. ഈ സൗഭാഗ്യം മുസ്ലിമീങ്ങൾ നമ്മൾക്കല്ലാതെ ഇല്ല. മുസ്ലിമീങ്ങൾ നമ്മൾക്കല്ലാതെ ലോകത്തെ മുർസലീങ്ങളെ മുഴുവൻ വിശ്വസിക്കുന്നവരായി ലോകത്തൊരു കൗമില്ല. മൂസാ നബിനെ കൊണ്ട് നമ്മൾ വിശ്വസിച്ചിട്ടില്ലേ? ഈസാ നബിനെ കൊണ്ട് നമ്മൾ വിശ്വസിച്ചിട്ടില്ലേ? നൂഹ് നബിനെ നമ്മൾ വിശ്വസിച്ചിട്ടില്ലേ? പേരറിയപ്പെട്ട മുഴുവൻ പേരെയും വിശ്വസിച്ചിട്ടില്ലേ? വറുസുലല്ലം നഖ്സുസുഹും അലൈക, നമ്മൾ പേര് പറയാത്ത, കഥ പറയാത്ത മുർസലീങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആവട്ടെ അല്ലാഹ് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിച്ചവരല്ലേ നാം. മുർസലീങ്ങളെ മുഴുവൻ വിശ്വസിക്കുന്നു. മുത്തുനബി മാത്രം വിശ്വസിച്ചവരല്ല, റസൂലുള്ളാഹിനെ മാത്രം വിശ്വസിച്ചതല്ല. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. ഒരു മുർസലീങ്ങൾക്കിടയിലും നമുക്ക് വ്യത്യാസമില്ല, മുഴുവൻ മുർസലീങ്ങൾ. നേരെ മറിച്ച് ഇവിടെ നോക്കി, യേശുക്രിസ്തുവിൻ്റെ ആളുകള്, യേശുക്രിസ്തുവിൻ്റെ ആളുകൾക്ക് മുഹമ്മദ് മുസ്തഫ എന്ന് കേട്ടൂടാ, റസൂലായി വിശ്വസിക്കൂല. മൂസാ നബിന്റെ ആളുകൾ, ജൂതന്മാർ, ഓൽക്ക് യേശുക്രിസ്തു എന്നും കേട്ടൂടാ, മുഹമ്മദ് നബി എന്നും കേട്ടൂടാ, വിശ്വസിക്കൂല. മതത്തിന്റെ അനുയായികളായി ലോകത്തുള്ള സകല മതസ്ഥരെടുത്തോളൂ, എല്ലാ മുർസലീങ്ങളെയും തെളിഞ്ഞ മനസ്സോടുകൂടെ അംഗീകരിക്കുന്നവർ ലോകത്ത് മുസ്ലിമീങ്ങളെയുള്ളൂ. മുഹമ്മദ് മുസ്തഫ, ആ മുഹമ്മദ് മുസ്തഫയുടെ അനുയായികളിൽ എല്ലാവരെയും വിശ്വസിച്ചുകൊണ്ട് ആദ്യം കടന്നു വന്നവർ സിദ്ദീഖുൽ അക്ബർ. ആ സിദ്ദീഖുൽ അക്ബർ എന്നവർക്ക് ഈ മഹത്തായ പദവി കിട്ടാൻ കാരണം കൂടുതൽ നിസ്കാരമല്ല, കൂടുതൽ ദാനധർമ്മമല്ല, കൂടുതൽ നോമ്പല്ല, പിന്നെന്താ? പടച്ചോന്റെ അടുത്തുനിന്നുള്ള ഹിദായത്തിന്റെ വെളിച്ചം, തൗഫീഖിന്റെ വെളിച്ചം മഹാനുടെ ഹൃദയത്തിലുണ്ട്. ആ വെളിച്ചം കിട്ടിയ ആൾക്ക് സൽക്രമങ്ങൾക്ക് ഇങ്ങനെ വഴിയൊരുങ്ങുകയാണ്. ആ വഴിയൊരുക്കമാണ് അവർ മുൻപിലാകാൻ. ഇത് അള്ളാഹുവിന്റെ റസൂലിന് ഒരിക്കൽ കാണിച്ചു കൊടുക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിൽ ജിബ്രീൽ വന്നിട്ട് നിർദ്ദേശിച്ചതു പ്രകാരം നബി തങ്ങൾ ചോദിക്കുന്നു. ഒരിക്കൽ ചോദിക്കുന്ന സന്ദർഭം മനസ്സിലാക്കുക.
ഇമാം ബസ്സാർ നിവേദനം ചെയ്യുന്ന ഹദീസ് പ്രകാരം, സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന അതിൻ്റെ അടിസ്ഥാന സംഭവ പ്രകാരം സുബ്ഹ് നിസ്കരിച്ചിരുന്നിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്താ ചോദിക്കാൻ കാരണം? ജിബ്രീൽ ചോദിക്കാൻ പറഞ്ഞാണ്. 2-3-4 ചോദ്യങ്ങൾ ചോദിക്കാൻ ജിബ്രീൽ പറഞ്ഞു. ഇത് മഹാനരായ മുത്തു മുസ്തഫ തങ്ങൾ ചോദിക്കുക. നബി തങ്ങൾ സുബ്ഹ് നിസ്കരിച്ചിരുന്നിട്ട് തങ്ങൾ തിരിഞ്ഞിരുന്ന് സ്വഹാബാക്കളിലേക്ക് ഇരുന്നിട്ട് പലതും സംസാരിക്കും. അത്യാവശ്യം ചേർത്തേണ്ട ദിക്റുകൾ കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ തിരിഞ്ഞിരുന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമാ, ഇന്ന് നോമ്പുകാരനായി നേരം പുലരിയിൽ പ്രവേശിച്ചവർ നിങ്ങളിൽ ആരുണ്ട്? ഇന്ന് നോമ്പുകാരനായിട്ട് ആരാ വന്നത്? ആരാണ് നിങ്ങളിൽ വന്നവരുടെ കൂട്ടത്തിൽ നോമ്പുകാർ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചോദ്യം. ആരും മിണ്ടുന്നില്ല, ഒരു കുട്ടിയും മിണ്ടുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ആ ഹൈബത്ത് കൊണ്ട്, ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ പേടി കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്തേക്ക് നോക്കി ആരും കടന്ന് സംസാരിക്കില്ല. നബിയുടെ ഹദറത്തിൽ വെച്ച് ആളുണ്ടെങ്കിൽ സംസാരിക്കുന്നവർ 2 പേരാണ്, സിദ്ദീഖുൽ അക്ബർ എന്നവരും ഉമർ എന്നവരും. ഇവിടെ സിദ്ദീഖ് എന്നവർ മിണ്ടുന്നില്ല, ഉമർ എന്നവർ ആരും മിണ്ടുന്നില്ലെങ്കിൽ പിന്നെ തങ്ങളെ ചോദ്യം വൃഥാവിലാകരുതല്ലോ. ഉമർ എന്നവർ പറഞ്ഞു, നബിയേ, ഞാൻ ഇന്നലെ രാത്രി നോൻപ് നോൽക്കാൻ കരുതിയിട്ട് നിയ്യത്ത് വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ നോമ്പുകാരനാവണമോ എങ്കിൽ കുഴപ്പമില്ല, ഞാൻ തയ്യാറാണ്. നോമ്പിന് വിരുദ്ധമായതൊന്നും ഞാൻ ഇന്ന് ചെയ്തിട്ടില്ല. നോമ്പുകാരനല്ല നേരം പുലരുമ്പോൾ, പക്ഷെ ആവശ്യമെങ്കിൽ നോമ്പുകാരൻ. നമ്മളോട് ഉണ്ടാവുമല്ലോ ചിലപ്പോൾ. ചില മൂത്രക്കല്ലിലൊക്കെ നോക്കണ മനുഷ്യന്മാരാണോ, നോൽപ്പ് പറ്റുവാനും കിട്ടണം, മൂത്രം പാത്തിയാൽ മനുഷ്യനോന് കിട്ടണം, 7 വയസ്സിൻ്റെ താഴെയുള്ളവന് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ ഓരോന്നിനും അങ്ങനത്തെ വല്ല ആവശ്യമല്ല. മോതിരത്തിൽ നോക്കണ പണിയൊന്നും അല്ല റസൂൽ കിട്ടോ. ഞാൻ പറയാം, ചില ആവശ്യങ്ങളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ചില ഷർത്തോത്താളെ. അപ്പോൾ ഒരു നോമ്പുകാരനെ കിട്ടേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഉമർ എന്നവർ മനസ്സിലാക്കിയത്. അതിന് ഞാൻ റെഡി, തയ്യാർ എന്നാണ് ഉമർ പറയുന്നത്. അസന്ദർഭത്തിൽ റളിയല്ലാഹു അൻഹു മൗനം ഭഞ്ജിച്ചു. മഹാനവറുകൾ പറഞ്ഞു, നബിയെ, ഞാൻ ഇന്നലെ രാത്രി നോമ്പിനെ കരുതിക്കൊണ്ട് പുലരിയിൽ നോമ്പുകാരനായി തന്നെയാണുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി. പുലരിയിലെ നോമ്പുകാരനായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നബി രണ്ടാമതും ചോദിക്കുന്നു, മൻ അത്അമൽ യൗമ മിൻകും മിസ്കീന, സാധുവായൊരു മനുഷ്യന് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഭക്ഷണം നൽകിയവൻ ആരാണുള്ളത്? ഒരു സാധുവിന് ഭക്ഷണം നൽകിയവൻ ആരാണുള്ളത്? മൗനം തന്നെ, ആരും മിണ്ടുന്നില്ല, ഒരു കുട്ടിയും മിണ്ടുന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചു കുഴഞ്ഞു നിൽക്കുന്നു, ആളുകൾ മിണ്ടാതിരിക്കുന്നു. ഉമർ എന്നവർക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയൂല. ആദരവ് മൂപ്പർക്ക് ഇല്ലാനും മൂപ്പർ പെട്ടെന്ന് ഇളകി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങളിപ്പോൾ സുബൈ നിസ്കരിച്ചിട്ടല്ലുള്ളൂ, ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ. സാധുവിന് ഭക്ഷിപ്പിക്കണമെങ്കിൽ നേരം ആദ്യത്തെ പണി എന്താ? സുബഹ് അല്ലേ? ആ സുബഹ് കഴിഞ്ഞിട്ട് ഒരു സാധുവിന് ഭക്ഷിപ്പിക്കാൻ ഞങ്ങൾ പോയിട്ടില്ലല്ലോ, പിരിഞ്ഞിട്ടില്ലല്ലോ, പിന്നെങ്ങനെ ഇത് ചെയ്യും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ പള്ളിയിലേക്ക് നീ മദീനത്തെ പള്ളിക്ക് ഇങ്ങ് കയറുമ്പോൾ ഞാൻ പള്ളിക്കൊക്കെ കാലെടുത്തു വച്ചപ്പോൾ തന്നെ ഫൈദാ ബി മിസ്കീൻ സായിൻ, യാചകനായ ഒരു സാധു മനുഷ്യൻ്റെ മുമ്പിലാണ് പെട്ടത്. പള്ളിൻ്റെ വാതിക്കൊക്കെ ഞാൻ എടുത്തുവച്ചതിൻ്റെ ഒരു സാധു യാചകൻ. ആ യാചകൻ കൈ നീട്ടിയിട്ട് വല്ല ഭക്ഷണം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ, അന്നൊക്കെ പണ്ട് അരി കൊടുത്താൽ മതിയല്ലോ, ഈ തെണ്ടി വരുന്നവർക്ക് അരി കൊടുത്താൽ മതിയല്ലോ പണ്ട്, അല്ലെ അപ്പം കൊടുത്താലൊക്കെ മതിയല്ലോ അന്ന്. അങ്ങനെ എന്നിപ്പോൾ നമ്മൾ അരി കൊടുത്താൽ ആരെങ്കിലും എടുക്കുമോ? അരിയൊന്നും ആരും എടുക്കൂല. അരി എടുക്കുമോ എന്ന് ചോദിക്കും. എൻ്റെ പെണ്ണുങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അരി എടുക്കുമോ എന്ന് ചോദിച്ചു നോക്കുകയാണെങ്കിൽ പറയുന്നത് എനിക്കത് അത്ഭുതമായിരുന്നു. അരി എടുക്കുമോ എന്ന് വന്നവനോട് ചോദിക്കുകയും, വന്ന യാചകനോട് അരി എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് വേണം ഓനാണ് കൊടുക്കുക, വാടക എടുത്തോട്ടെ എന്നൊക്കെയല്ലേ വേണ്ടുള്ളൂ. പക്ഷെ വീട്ടുകാർ ചോദിക്കും അരി എടുക്കുമോ എന്ന് ചോദിച്ചു നോക്കുകയാണെന്ന് പറയും. ഈ അരി എടുക്കുമോ എന്ന് ചോദിക്കുന്നിടത്ത് എത്തി. പിന്നെ ഇപ്പം അരി ആരും കൊടുക്കൂല, എടുക്കൂല, നയിക്കണ്ട, പണം തന്നെ കിട്ടണമെന്നാ അപ്പം യാചകൻ. അപ്പം കാലം മാറുമ്പോൾ അതിനനുസരിച്ച് മാറും. അന്നത്തെ യാചകന് ഭക്ഷണം കിട്ടിയാൽ മതി. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എൻ്റെ കീശയെ മുഴുവൻ തപ്പിയോക്കി, എവിടെയും കണ്ടില്ല. എൻ്റെ കയ്യിലുണ്ട് അബ്ദുറഹ്മാൻ്റെ കയ്യിൽ വല്ലതുണ്ടോ നോക്കുമ്പോൾ അവൻ്റെ കാപ്പയിലുണ്ട് റൊട്ടി കഷ്ണം. നിസ്കാരം കഴിഞ്ഞേക്ക് തിന്നാൻ വേണ്ടി കൊണ്ടുവന്നതാവും, കുട്ടിയല്ലേ. അബ്ദുറഹ്മാൻ്റെ കയ്യിൽ നിന്ന് ഞാനത് മേടിച്ചിട്ട് ആ മിസ്കീന് കൊടുത്തു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തത്, തങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചു, മൻ ആദ മിൻകുമുൽ യൗമ മരീദ, ഇന്ന് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചവരുണ്ടോ? ഒരു രോഗിയെ സന്ദർശിച്ചവർ വല്ലവരുണ്ടോ? മിണ്ടുന്നില്ല.
ഉമർ എന്നവർ വീണ്ടും പറഞ്ഞു, നബിയേ സ്വല്ലൈനാ മഅക്, തങ്ങളോടുകൂടെ ഞങ്ങൾ നിസ്കരിച്ചിട്ടല്ലേ ഉള്ളൂ. സുമ്മലം നബ്റഹി, പിന്നെ ഇവിടുന്ന് പിരിഞ്ഞിട്ടില്ലല്ലോ, രോഗിനെ കാണാനൊക്കെ പോകാൻ സമയമാകുന്നല്ലേ ഉള്ളൂ, ഇതല്ലേ ഒന്നാം പണി എന്ന് വീണ്ടും ഉമർ. അപ്പൊ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഞാൻ ഇന്നലെ രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ രാത്രിയിൽ വീട്ടിൽ വെച്ചറിഞ്ഞു എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് രോഗിയാണെന്ന്. അന്തിരാത്രിയാണ്. അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട മറ്റൊരു സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് രോഗിയാണെന്ന് ഇന്നലെ രാത്രി ഞാൻ അറിഞ്ഞു. രാത്രി അദ്ദേഹം രോഗിയാണ് അറിഞ്ഞതുകൊണ്ട് സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി തങ്ങളുടെ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ വരുമ്പോൾ ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ അരികിലൂടെയാണ് വന്നത്. അങ്ങനെ വരാൻ കാരണം അദ്ദേഹം നേരം പുലരുമ്പോൾ എങ്ങനെയുണ്ട് എന്നറിയാലോ. സോക്കേടൊക്കെ കൂടുതലാകുന്ന സമയം, ശ്വാസം മുട്ട് കൂടുതലാകും, വയറ്റിൽ വേദന കൂടുതലാകും, പനി കൂടുതലാകും, എന്തസുഖവും കൂടുതലാകുന്ന നേരല്ലേ സുബ്ഹിൻ്റെ സമയം. എൻ്റെ സഹോദരൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാൻ ഞാൻ അങ്ങനെയാണ് പള്ളിയിലേക്ക് വന്നത്. എന്നിട്ടാണ് ഞാൻ നിസ്കരിച്ചതെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇതിൻ്റെ ഒരു റിപ്പോർട്ടിൽ ഒരു ജനാസയെ പിന്തുടർന്നവൻ ആര് എന്ന് ചോദിച്ചപ്പോഴും എനിക്കതിന് അവസരം കിട്ടി എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടുണ്ട്. ഏതായാലും ആവട്ടെ, ഇത്രയും സൽക്രമങ്ങൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തു കൂട്ടിയത് സിദ്ദീഖുൽ അക്ബറിന്റെ നന്മ തിരിയാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഇറക്കിയിട്ട് മുത്തനബിയെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് ലോകത്തിന് പഠിപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മളിത് പ്രസംഗിച്ചില്ലേ, നമ്മളിത് പ്രസംഗിക്കണമെങ്കിൽ ഹദീസിൽ ഇത് വരണ്ടേ? ഹദീസിൽ ഇത് വരണമെങ്കിൽ നബി തങ്ങൾ ചോദിക്കേണ്ടേ? നബി തങ്ങൾ ചോദിച്ചിട്ട് ഇത് സ്വഹാബാക്കൾ കേൾക്കേണ്ടേ? ഇങ്ങനെ കേട്ട് ലോകത്തിന്റെ മുൻപിൽ സിദ്ദീഖുൽ അക്ബറിന്റെ മഹത്വം തിരിയാൻ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ജിബ്രീൽ ചോദിപ്പിക്കുകയാണ്, അല്ലാഹു ചോദിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടിക്ക് മുൻപിൽ ഈ പുണ്യകർമ്മങ്ങൾ ചെയ്ത സിദ്ദീഖുൽ അക്ബറിനോട് നബി തങ്ങൾ പറഞ്ഞു, അന്ത 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 അന്ത, നീ തന്നെയാണല്ലേ, നീ തന്നെയാണല്ലേ. എന്ന് പറഞ്ഞാ ജിബ്രീൽ ചോദിക്കാൻ പറഞ്ഞ നിങ്ങൾ തന്നെയാണെന്ന് പറയാനാണ്, അത് തന്നെയാണ് നിങ്ങൾ നേടിക്കഴിഞ്ഞു എന്ന്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങും മുൻപ് തൻ്റെ സ്വാഹിബും ഇഷ്ടക്കാരനുമായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് അന്നൊരു നാൾ അല്ലാഹു തആല തൗഫീഖ് നൽകിയിട്ടുള്ള പുണ്യകർമ്മങ്ങളുടെ പട്ടിക ലോകത്തിൻ്റെ മുമ്പിൽ വിവരിക്കാൻ കിട്ടിയെങ്കിൽ എന്നൊരു നാളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ ഇതാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ ദിനങ്ങൾ ഇങ്ങനെ നന്മകൾ നിറഞ്ഞ നന്മകളാണ്. നന്മകൾ എത്ര നന്മകളാ! നിസ്കാരം രാത്രിയിൽ കൂടുതൽ നിസ്കരിച്ച നന്മയല്ല, സുബ്ഹ് നബിയുടെ കൂടെ നിസ്കരിച്ച നന്മ അന്നത്തെ സ്വഹാബികൾക്ക് മുഴുവനുണ്ട്. രാത്രി തഹജ്ജുദ് നിസ്കരിക്കാത്ത സ്വഹാബികളുടെ കൂട്ടത്തിൽ വളരെ കുറവാണ്. പക്ഷെ ഇത്തരം സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പതിവായി കൊണ്ട് ധാരാളം നിസ്കാരം കൊണ്ട് അറിയപ്പെട്ടവരല്ല സിദ്ദീഖുൽ അക്ബർ, ധാരാളം ദാനധർമാദികൾ കൊണ്ട് അറിയപ്പെട്ടവരല്ല സിദ്ദീഖുൽ അക്ബർ, മഹത്തരമായ ദാനം കൊണ്ട് അറിയപ്പെട്ടിട്ടുണ്ട്. എല്ലായിടത്തും അങ്ങനെ തന്നെ. അള്ളാഹിൻ്റെ ഒരു തൗഫീഖാത്. ഇങ്ങനെ നമ്മൾ സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരെയും പറ്റി കേട്ടിട്ടില്ലേ? എന്തിൽ ഞാൻ നന്മയിൽ മത്സരിക്കാൻ വേണ്ടി തിരിഞ്ഞാലും ഇല്ലാ സബഖനാ ഇലൈഹി അബൂബക്കർ, അക്കാര്യത്തിലേക്ക് അബൂബക്കർ എന്നവർ മുമ്പിൽ കടന്നിട്ടുണ്ടാകും, നമ്മൾ നോക്കിയിട്ട് കാര്യമല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി റബീഅത്ത് ഇബ്നു അസ്ലം എന്നവർ സ്വഹാബി വര്യൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ റബീഅത്ത് ഇബ്നു അസ്ലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വർണ്ണിക്കപ്പെടുന്ന ചില നന്മകൾ നബി തങ്ങൾ ഇത്തരം സ്വഹാബി മക്കളുടെ മുമ്പിൽ വർണ്ണിക്കുമ്പോൾ ആ വർണ്ണിക്കുന്ന സമയത്തു തന്നെ അത് കൊണ്ടുപോയി ആ സ്വഹാബിക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് ഒരു സൽക്രമമാണെന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ സുഹൃത്തിനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുനാക്ക് കൊണ്ട് വാഴ്ത്തിയത് ആ സ്വഹാബിക്ക് കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കുന്നത് അയാളുടെ മനസ്സിൽ സന്തോഷം ജനിപ്പിക്കുന്ന പുണ്യകർമ്മമാണ് എന്ന് കരുതിക്കൊണ്ട് അത് പറയാൻ വേണ്ടി ഓടുന്ന മുൻകടക്കുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു.
രാത്രിയിൽ ഒരിക്കൽ സുദീർഘമായ രാത്രി നിസ്കാരം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നു. ആ നിർവഹണം തൻ്റെ വീടിൻ്റെ അകത്തിരുന്നു കൊണ്ട് കേട്ട അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ആ ഓത്തിലും അവരുടെ ഖുർആൻ പാരായണത്തിലും ആകൃഷ്ടരായി. നബി തങ്ങൾ വന്നപ്പോ സിദ്ദീഖുൽ അക്ബറും ഉമർ എന്നവരും കൂടെ കൂടിയിട്ട് അവർ നടക്കുന്നതിനിടയിൽ നിശാ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹ് നമസ്കാരത്തിന് സമയമാകും മുൻപ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവർ ഒരൽപ്പം പ്രാർത്ഥിക്കുകയാണ്. ദുആ കഴിഞ്ഞ പ്രാർത്ഥന. അരികിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൽ തുഅത, സൽ തുഅത, പ്രാർത്ഥിച്ചോ ഇബ്നു മസ്ഊദ്, പ്രാർത്ഥിച്ചോ ഇബ്നു മസ്ഊദ്, ഉത്തരം കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ ഉത്തരം കിട്ടും എന്ന് പറഞ്ഞാൽ പിന്നെ എന്തും പ്രാർത്ഥിച്ചൂടെ, വല്ലാത്ത ആശീർവാദം. അതും പറഞ്ഞ് നബി പോയി. ആ പോക്കിനിടയിൽ ഇബ്നു മസ്ഊദിനെ പിന്നിട്ട് പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അഹബ്ബ അൻ യഖറഅൽ ഖുർആന വല്ലൻ കമാ ഉൻസില, വിശുദ്ധ ഖുർആൻ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണോ ആ അവതരിപ്പിക്കപ്പെട്ട രീതിയിൽ തന്നെ നീരുവറ്റാതെ പകർച്ച വരാതെ മാറ്റം വരാതെ അമ്മട്ടിൽ തന്നെ ഓതണം എന്ന് വല്ല ഒരുത്തനും പ്രിയങ്കരമായി തോന്നുന്നെങ്കിൽ ഉമ്മു അബ്ദിന്റെ മോൻ ഓതുന്ന പോലെ ഓതട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നബി ഇത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേര് കൂട്ടിയിട്ട് ഉമ്മു അബ്ദിന്റെ മോൻ ഓതുന്ന മാതിരി ഓതട്ടെ. ഇത് റസൂലുള്ളാഹിന്റെ ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ? എന്താ പറഞ്ഞേ? ഖുർആൻ ഇറങ്ങിയതുപോലെ ഓതുന്ന ആളാണ് ഇബ്നു മസ്ഊദ്. ഉമർ എന്നവർ ഇത് പറയാൻ വേണ്ടിയിട്ട് സുബ്ഹ് നിസ്കരിച്ചതിന്റെ ശേഷം എല്ലാവരും മുൻകടന്നിട്ട് വേഗം എത്താൻ വേണ്ടി ഓടിയിട്ട് മൂപ്പര് വാതിക്കക്ക് കാലും എടുത്തു വെക്കുമ്പോൾ ഈ വിവരം പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതേ വിവരം പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് എന്നവർ ഇറങ്ങി വരുന്നു. ഇതല്ലേ രസം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ നബിയുടെ മുമ്പിൽ കൊണ്ടുപോയി ദാനം. ഈ ദാനം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ചെയ്തു. ഒരിക്കൽ കൊണ്ടു ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത് ഇത് എത്ര ഉണ്ട് എന്നാണ്. ഇത് എത്ര ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞു. അത്ര ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും വലുത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇത്ര, മറ്റേ ആളെ ഇത്ര കുറവാണ്. സന്ദർഭത്തിൽ പൈസ അല്ല, അങ്ങനെ വരുമല്ലോ, സന്ദർഭത്തിൽ പണമില്ലാതെ അദ്ദേഹത്തിൻ്റെ ഇത്ര കുറവാണ്. രണ്ടാമതൊരിക്കൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കടത്തിവെട്ടും ഞാൻ എന്ന് തീരുമാനിച്ചു കൊണ്ട് ചെന്നാൽ എല്ലാ വാളന്മാരും പറയണേനെ ഇന്ന് ഞാൻ കടത്തിവെട്ടും എന്ന് പറഞ്ഞ സംഭവം. അന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നബി തങ്ങൾ ഇങ്ങനെ ചോദിക്കും എന്നാണ് മഹാന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സിൽ പറയുന്നത്, വല്ലൊരു നാളും സിദ്ദീഖിനെ കവച്ചു വെക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഇന്നു ഞാൻ അത് കവച്ചു വെക്കും. കാരണം എനിക്കൊരു വമ്പിച്ച ധനം കിട്ടിയ സന്ദർഭവുമായി ഒത്തുവന്നു നബിയുടെ ഈ ധനാഭ്യർത്ഥന. ആ ധനാഭ്യർത്ഥനയുടെ സമയത്ത് ഞാൻ വലിയ സമ്പത്ത് കയ്യിലുണ്ട്, അതുകൊണ്ട് പകുതി വെച്ചിട്ട് പകുതി കൊണ്ടു കൊടുത്തപ്പോൾ അള്ളാന്റെ റസൂൽ അന്ന് കൊണ്ടേറ്റ് മുന്നിൽ വെക്കുമ്പോൾ ചോദിക്കുന്നത് ഇത് എത്ര ഉണ്ട് എന്നല്ല, ഇത് എത്ര ഉണ്ട് എന്നല്ല. നബി തങ്ങൾ ചോദിച്ചു, നീ വീട്ടിൽ ശേഷിപ്പിച്ചത് എത്ര ഉണ്ട് എന്നാ ചോദിച്ചത്. നീ വീട്ടിൽ ശേഷിപ്പിച്ചത് എത്ര ഉണ്ട്? ഇതൊന്നും കരുതി കൂട്ടിയല്ല അള്ളാന്റെ റസൂലിന്റെ ചോദ്യം. അപ്പോൾ ഉമർ എന്നവർ പറഞ്ഞു, ഇത്ര തന്നെ ഞാൻ വീട്ടിലും വെച്ചിട്ടുണ്ട്, ഇത്ര തന്നെ. പകുതി കൊണ്ടുവന്നു എന്നാ പറയുന്നത്. അതാ വരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പതുങ്ങി പതുങ്ങി രഹസ്യമായി തൻ്റെ സ്വതക്ക വന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുമുമ്പിൽ വെച്ചപ്പോൾ തങ്ങൾ അവരോടും ചോദിച്ചു, മാ ബഖൈത, നിങ്ങൾ വീട്ടിൽ എന്ത് വെച്ചിട്ടുണ്ട്? സിദ്ദീഖ് എന്നവരുടെ മറുപടി, അബ്ഖൈതുല്ലാഹ വറസൂല, ഞാൻ എൻ്റെ വീട്ടിൽ അള്ളാനും റസൂലിനും വെച്ചിട്ടുണ്ട്, മറ്റൊന്നുമില്ല. മറുപടി നോക്കി. ആദ്യം ചോദിക്കുന്നത് എത്രയാന്ന് ചോദിച്ചാൽ ഇവിടെ ഉമർ എന്നവർ ജയിക്കുമായിരുന്നേനെ. പക്ഷെ അന്ന് റസൂൽ ചോദിക്കുന്നത് വീട്ടിൽ വെച്ചത് എത്രാന്നാ. അവിടെ ഉമർ എന്നവർ തോൽക്കുന്നത് പകുതി വെച്ചു, സിദ്ദീഖ് എന്നവർ ജയിക്കുന്നു ഒന്നും വെച്ചില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഒരിക്കൽ വലിയൊരു ധനാഭ്യർത്ഥന നടത്തിയ സമയത്ത് സ്വതക്ക കൊണ്ടുവരുമ്പോൾ എണ്ണമല്ല വണ്ണമല്ല, ഇനി ഇതിലൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കരുതി അങ്ങനെ അദ്ദേഹം വന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിച്ചിട്ട് അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ ഹാദിഹി സ്വതക്കത്തി, തങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ കൊണ്ടുവരുന്ന ദാനം ഇതാ. വലി ഇൻദല്ലാഹി മആദ്, ഇതിന് അല്ലാഹു തആല പ്രതിഫലം നൽകും, പടച്ചോൻ്റെ നിന്ന് മടക്കം കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
രണ്ടാമതാ ഉമർ എന്നവരുടെ ശേഷം മൂപ്പർക്ക് മുൻകടക്കലില്ല. മൂപ്പര് പിന്നെ വരുന്ന അദ്ദേഹം രണ്ടാമത് വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വളരെ ഗോപ്യമാക്കി കൊണ്ടുവന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ തന്റെ സദക്ക വെച്ചിട്ട് പറഞ്ഞു, ഹാദിഹി സ്വദഖതി, ഇതാ നബിയെ എന്റെ ദാനം. തങ്ങൾ ചോദിച്ച ഫണ്ടിലേക്ക് എന്റെ ദാനം ഇതാ. വല്ലാഹു ഇൻദി മആദ്, അള്ളാഹുവാണ് എനിക്കിതിനു മടക്കം. ഇതിന് ഞാൻ മടക്കമായി കാണുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിന്റെ റസൂല് രണ്ടുപേരും നിൽക്കെ പറഞ്ഞു, മാ ബൈന സ്വദഖതൈകുമാ മാ ബൈന കലിമതൈകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും ഈ രണ്ട് വാചകങ്ങൾക്കിടയിലുള്ള വ്യത്യാസം എങ്ങനെ, അത്ര തന്നെ വ്യത്യാസം നിങ്ങൾ രണ്ടുപേരുടെയും ദാനത്തിന്റെ ഇടയിലുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രയോഗം ശ്രദ്ധിക്കേൻ. ഉമർ എന്നവർ പറഞ്ഞ വാചകം, അള്ളാഹുവിന്റെ റസൂലേ, എനിക്കിതിന്റെ പ്രതിഫലം അള്ളാഹുവിങ്കൽ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആഖിറത്തിൽ പടച്ചോന്റെ അടുത്തുനിന്ന് മടക്കം പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ സ്വതക്ക. മോശമല്ല, നല്ല ലക്ഷ്യമാണ്, ഇഖ്ലാസാണ്. അള്ളാഹിനെ ലക്ഷ്യമാക്കി എന്ന് ഇതിനും പറയാം, പരലോകം ലക്ഷ്യമാക്കി എന്ന് ഇതിന് പറയാം, ഇഖ്ലാസിന് പുറത്തല്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന, സിദ്ദീഖുൽ അക്ബർ പറയുന്ന, നബിയോട് പറയുന്ന വാക്കോ, വല്ലാഹു ഇൻദി മആദ്, ഇതിനെനിക്ക് പ്രതിഫലം അള്ളയാണ്. അള്ളാഹിന്റെ അടുക്കലുള്ള സ്വർഗമല്ല, അള്ളാഹിന്റെ അടുക്കലുള്ള നഈമല്ല, അള്ളാഹിന്റെ അടുക്കലുമുള്ള സുഖമല്ല, അള്ള തന്നെ മആദ് എന്ന് കാണുന്ന ആരുടെ വാചകവും അള്ളാഹുവിങ്കൽ പ്രതിഫലം സ്വർഗം കാണുന്ന വാചകവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾ അള്ളാഹുവിന്റെ തിരുദാത്തിനെ ലക്ഷ്യമാക്കി ചെയ്യുമ്പോൾ മറ്റേയാൾ അള്ളാഹുവിന്റെ സവാബിനെ ലക്ഷ്യമാക്കി ചെയ്യുന്നു. ഇത് രണ്ടും രണ്ടു ഗ്രേഡാണ്. ഫസ്റ്റ് ഗ്രേഡ്, ഏറ്റവും മുന്തിയ ഗ്രേഡ് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ്. അതല്ല നിസ്കരിക്കുമ്പോൾ നമ്മൾ ഉസല്ലീലില്ല, അള്ളാഹ്ക്കും വേണ്ടി നിസ്കരിക്കുന്നു എന്നല്ലേ, അള്ളാഹിന്റെ സ്വർഗത്തിന് വേണ്ടി നിസ്കരിക്കുന്നു എന്നാണോ നിയ്യത്ത്? അള്ളാഹു പ്രതിഫലം നൽകാൻ വേണ്ടി നിസ്കരിക്കുന്നു എന്നാണോ നിയ്യത്ത്? പഠിപ്പിക്കപ്പെട്ട നിയ്യത്ത് അങ്ങനെയല്ല, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നുവെന്ന. അപ്പോൾ അള്ളാഹിന്റെ തിരുദാത്തിന് വേണ്ടി നിസ്കരിക്കാൻ പഠിപ്പിക്കപ്പെട്ട ഉമ്മ അവരുടെ സർക്കറുകളിൽ മുഴുവൻ അള്ളാഹുവിനെ ലക്ഷ്യമാക്കണം എന്ന പാഠം നൽകപ്പെട്ടിട്ട് ആ പാഠം അക്ഷരം പതി പുലർത്തിയവരാണ് തൻ്റെ ദാനധർമാതകളിലൊക്കെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് നമ്മളിങ്ങനെ ഈ പാഠങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തേ മനസ്സിലായി? ഇത് ഒരാളും കരുതിക്കൂട്ടി ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതോ ആർജിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതോ അല്ല. നന്മയിലേക്കുള്ള മുൻഗണന, നന്മയിലേക്കുള്ള മുന്നാക്കം, നന്മയിലേക്കുള്ള മുന്നോട്ട് വരൽ, ജയം. ഇത് പിന്നെ എങ്ങനെ വരണം? പടച്ചോന്റെ തൗഫീഖും വദക്കവും വേണം. ഇതേ സംഭവങ്ങൾ തന്നെ ഒരു ദിവസം പുലരുമ്പോൾ ചോദിച്ച അത്രയും സംഭവങ്ങൾ സിദ്ദീഖുൽ അക്ബർ എന്നവർ അറിഞ്ഞതുപോലെ ഉമറുൽ ഫാറൂഖ് എന്നവരും അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷേ ഉമറുൽ ഫാറൂഖ് എന്നവരും ആ സൽക്രമങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നിരിക്കാം. പക്ഷേ അള്ളാഹു ആ അറിവ് നൽകുന്നില്ല. ആർക്കേ നൽകുന്നുള്ളൂ? സിദ്ദീഖ് എന്നവർക്കേ നൽകുന്നുള്ളൂ. ഇതിൻ്റെ പേരാണ് പടച്ചോന്റെ ഭാഗത്ത് നിന്നുള്ള ഉദക്കം. മാപ്പിള ഭാഷയിൽ പടച്ചോന്റെ ഭാഗത്ത് നിന്നുള്ള ഉദക്കം, തൗഫീഖ്, പടച്ചോന്റെ തൗഫീഖ്. തൗഫീഖി ഇല്ലാ ബില്ലാഹ്, പടച്ചോൻ ഉദവി തരണം എനിക്ക്, പടച്ചോൻ ഉദവി തരാണ്, ഒരു മാർഗവുമല്ല എന്നില്ലേ? ആ വമാ തൗഫീഖി എന്ന തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നവർക്കാണ് നന്മയും ഹിദായത്തും ലഭ്യമാവുക. അടിസ്ഥാനപരമായ വെളിച്ചം ഇതാണ്. ഈ അടിസ്ഥാനപരമായ വെളിച്ചവും ഹിദായത്തിന്റെ നൂറും ഹൃദയത്തിലുള്ളവർക്ക് ഔലിയാക്കളിൽ നിന്ന് ഹിദായത്ത് ലഭിക്കും, ഖുർആനിൽ നിന്ന് ഹിദായത്ത് ലഭിക്കും, ആലിമീങ്ങളിൽ നിന്ന് ഹിദായത്ത് ലഭിക്കും, ഉറുദു കേട്ടാൽ ഹിദായത്ത് ലഭിക്കും, ഹദീസിന്റെ വചനങ്ങളിൽ നിന്ന് ഹിദായത്ത് ലഭിക്കും, വായിക്കുന്നതിൽ നിന്ന് ഹിദായത്ത് ലഭിക്കും, ഇൽമുകളിൽ നിന്ന് വെളിച്ചം കിട്ടും. ഈ തൗഫീഖ് ഇല്ലെങ്കിലോ നമ്മൾ അല്ലാഹു തആല എന്താണോ ഒന്നുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ ആ ഉദ്ദേശിച്ചത് കിട്ടില്ല. ഇവിടെയാണ് നമ്മളും ഔലിയാക്കളെ കൊണ്ട് നേടേണ്ടത് നേടാൻ വേണ്ടി അല്ലാഹു തൗഫീഖ് ചെയ്ത നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളും തമ്മിലുള്ള വ്യത്യാസം. ഔലിയാക്കളുമായി സുഹബത്ത് ചെയ്യുന്നത് അവർ ആ ഔലിയാക്കളുടെ മനസ്സുപോലെ ഈ സുഹബത്ത് ചെയ്യുന്നവരുടെ മനസ്സും തിളങ്ങാനാണ്. ആ ഔലിയാക്കളുടെ ദുസ്വഭാവങ്ങൾ നീങ്ങിയതുപോലെ ഇവരുടെ മനസ്സിലെ സ്വഭാവങ്ങളും നീങ്ങാനാണ്. ഔലിയാക്കളുടെ സത്സ്വഭാവങ്ങൾ പകരേണ്ടതുപോലെ ഇവർക്കും സത്സ്വഭാവങ്ങൾ പകരാനാണ്.
ഈ വിധം ഔലിയാക്കളോട് സുഹബത്ത് ചെയ്യുകയും അവരുടെ കൂടെ കൂടുകയും അവർക്ക് ഹിദ്മത്ത് നടത്തുകയും അവർക്ക് സേവ കെടുത്തുകയും അവരെ പാദസേവ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന വലിയ വലിയ മഹാന്മാർക്ക് ആ ഔലിയാക്കളിൽ നിന്ന് കിട്ടേണ്ട വെളിച്ചം കിട്ടി, അവരിൽ നിന്ന് കിട്ടേണ്ട ഹിദായത്ത് കിട്ടി, അവരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടും. ഇങ്ങനെ കിട്ടുന്നവർക്കാണ് ഔലിയാക്കളോടൊപ്പം സ്വർഗത്തിൻ്റെ അകത്തെ താമസം കിട്ടുക, ഔലിയാക്കളോടൊപ്പം സ്വർഗത്തിലെ പദവി കിട്ടുക, ഔലിയാക്കളോടൊപ്പം ഉന്നതമായ പദവിയിലെത്താൻ കഴിയുക. അമല് കൊണ്ട് നിങ്ങളിൽ ഒരാളും സ്വർഗത്തിൽ കിടക്കുകയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അമല് നിർത്താനല്ല ഇത്, കർമ്മങ്ങൾ നിർത്താനല്ല. അമലുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു നിബന്ധനയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ അമലുകൾ മുഖേന തന്നെയാണ് കിടക്കുക. പക്ഷെ അമലുകളല്ല ഒരാളെയും സ്വർഗത്തിൽ കടത്തുന്നത് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വലാ അൻത യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ അമലുകൾ മലിനമാകാം, ഞങ്ങളുടെ അമലുകൾ കലർപ്പുള്ളതാവാം, ഞങ്ങളുടെ അമലുകൾ പ്രകടനപരമാവാം, ഞങ്ങളുടെ അമലുകൾ ലക്ഷ്യം തെറ്റിയതാവാം, എല്ലാം ശുദ്ധമായ ലക്ഷ്യം ഒന്നായ മുന്തിയ പരിഗണനയുള്ള അങ്ങയുടെ അമലും അങ്ങേ സ്വർഗത്തിൽ കടത്തുകയില്ലയോ എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് ചോദിക്കുമ്പോൾ ആരംഭ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നത്, തൻ്റെ തലയ്ക്ക് മീതെ കൈ ഇങ്ങനെ വെച്ചിട്ട് വലാ അന, ഞാനും അമല് കൊണ്ടല്ല സ്വർഗത്തിൽ കിടക്കുന്നത്, കർമ്മങ്ങൾ കൊണ്ടും സുഹൃതങ്ങൾ കൊണ്ടുമല്ല സ്വർഗത്തിൽ കിടക്കുന്നത്. ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, പടച്ചവന്റെ കരുണ കൊണ്ട് റഹ്മത്ത് കൊണ്ട് എന്നെ പടച്ചവൻ പൊതിഞ്ഞില്ല എങ്കിൽ, അല്ലാഹ് ആവരണം ചെയ്യുമാർ റഹ്മത്ത് എനിക്ക് ലഭിച്ചില്ല എങ്കിൽ ഞാനും സ്വർഗത്തിൽ കിടക്കുകയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ അള്ളാഹു സ്വർഗത്തിൽ കടത്താൻ വേണ്ടി നിശ്ചയിക്കുന്നത് നമ്മളുടെ അമലുകളുടെ ബാഹുല്യമോ വർദ്ധിപ്പിക്കലോ അല്ല, പിന്നെയോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ റഹ്മത്ത് കൊണ്ടാണ്. ഈ റഹ്മത്ത് എങ്ങനെ ലഭ്യമാകും? ഈ റഹ്മത്ത് എങ്ങനെ കിട്ടും? സ്വർഗത്തിൽ കടക്കാൻ വേണ്ട റഹ്മത്ത് ലേശം മതി, ലേശം. നമ്മൾ ആരെയും നിസ്സാരമാക്കരുതെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. സ്വർഗത്തിൽ കിടക്കാനുള്ള റഹ്മത്ത് വളരെ ലേശം മതി, വളരെ ചെറിയ റഹ്മത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖിസാലുൽ ഖൈർ, നന്മയുടേതായ കാര്യങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു മനുഷ്യന് സ്വർഗത്തിൽ കിടത്തണമെങ്കിൽ ഇതിൽ നിന്നൊരു കാര്യം അള്ളാഹു തആല അവന് നൽകും. ഇങ്ങനെയുള്ള നന്മയുടെ കാര്യങ്ങൾ 360 ആകുന്നു. 360 നന്മയുടെ കാര്യങ്ങളുണ്ട്. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ, ഒരു മനുഷ്യന് അല്ലാഹു തആല പരലോകത്ത് നേട്ടം ഉദ്ദേശിച്ചാൽ ഈ മനുഷ്യനിൽ ഈ ഒരു കാര്യത്തെ അല്ലാഹു തആല 360 നിന്നൊരു കാര്യത്തെ അല്ലാഹു നൽകിയിട്ട് അതുകൊണ്ട് അവനെ സ്വർഗത്തിൽ കിടത്തുമെന്ന് മുത്തനബി പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വല്ലാത്ത മോഹം, ഉത്കടമായ വല്ലാത്ത ആഗ്രഹം സ്വർഗത്തിൽ കിടക്കാൻ, തൻ്റെ വാസസ്ഥലം എന്താണെന്ന് കിട്ടാൻ ആശങ്കയും അതോടൊപ്പം ആശയും നിറഞ്ഞ മനസ്സുമായി അള്ളാഹുവിന്റെ റസൂലിനോട് സിദ്ദീഖ് എന്നവർ ചോദിച്ചു, അഫിയ്യ ഖസ്ലത്തും വാഹിദത്തും മിൻഹാ, അള്ളാഹുവിന്റെ റസൂലേ, ഇതിലൊരു കാര്യമെങ്കിലും ഈ പാവപ്പെട്ട സിദ്ദീഖിലുണ്ടോ? ഒറ്റ കാര്യം എങ്കിലും സിദ്ദീഖ് ജയിച്ചല്ലോ, ഈ ഒരു കാര്യം കൊണ്ട് സ്വർഗത്തിൽ കിടക്കുമല്ലോ, പരലോകത്ത് ഞാൻ പേടിക്കേണ്ടല്ലോ, ഒറ്റൊരു കാര്യമുണ്ടോ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നഅം ജുംലത്തും മിൻ കുല്ലിൻ, ഈ 360 കാര്യത്തിൽ നിന്ന് ഒന്നല്ല, ഓരോ കൂട്ടം തന്നെ നിങ്ങളിലുണ്ട് സിദ്ദീഖേ. നിങ്ങൾ ഭയപ്പെടേണ്ട സിദ്ദീഖേ, നിങ്ങൾ പേടിക്കേണ്ട സിദ്ദീഖേ, നിങ്ങൾക്ക് ആശങ്ക വേണ്ട സിദ്ദീഖേ. ഈ 360 കാര്യത്തിൽ നിന്ന് ഒന്നല്ല, ഒരു കൂട്ടം നിങ്ങളിലുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ 360 കാര്യങ്ങൾ മുഴുവനും ഉള്ളതിൻ്റെ പ്രതിഫലനമാണ് സുഹൃതങ്ങളായി ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന സുഹൃതങ്ങൾ അത്രയും നേരം പുലരുന്നതിന് മുൻപ് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല തൗഫീഖ് ചെയ്യുന്ന സിദ്ദീഖുൽ അക്ബർ. ഇങ്ങനെയുള്ള തൗഫീഖ് ഒരു മനുഷ്യൻ അല്ലാഹു നൽകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ജിബ്രീലിന്റെ വഹയ് കൊണ്ട് റസൂലുള്ള ചോദിച്ചപ്പോൾ ലോകം ഇതറിഞ്ഞുവെന്നല്ലാതെ ഇങ്ങനെ അറിയാത്ത അമലുകൾ ചെയ്യുന്ന എത്ര വമ്പന്മാർ ഈ സമൂഹത്തിലുണ്ട്, ഈ ഉമ്മത്തിലുണ്ട്. നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ല, ഉമ്മത്ത് മുഹമ്മദ്
മുഹമ്മദ് നബിയുടെ സമൂഹം ഇവിടെ മാത്രമല്ല, കൂരാകൂരിരുട്ടത്ത് നിശയുടെ നിശബ്ദതകളിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ എണ്ണം ക്ലിപ്തമായ തോതിൽ ഷാമിലും മിസ്റിലും യമനിലുമായിട്ടെങ്കിലും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മഹത്തുക്കൾ ഇന്നും ഈ ഭൂമി ലോകത്തില്ലെങ്കിൽ ഈ ഭൂമി ലോകം പ്രകമ്പനം കൊള്ളുമായിരുന്നു, ഈ ഭൂമി ലോകം കൊമ്പനം കൊള്ളുമായിരുന്നു, ഈ ഭൂമി ലോകം കിടുകിട വിറക്കുമായിരുന്നു, ഈ ഭൂമി ലോകം നശിക്കുമായിരുന്നു. അതിനല്ലാഹു വെച്ച മഹത്തുക്കൾ ഇന്നുമുണ്ട്. ഹറമുകളിൽ ജീവിക്കുന്നവർ, മുൽത്തസമിൽ പറ്റിക്കിടക്കുന്നവർ, മഖാമു ഇബ്രാഹിമിൽ നിന്ന് വേദനിക്കുന്നവർ, സ്വഫായുടെ ഓരത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നവർ, മുത്തനബിയുടെ ഹദറത്തിൽ നിന്നുകൊണ്ട് സങ്കടം പറയുന്നവർ, ഇങ്ങനെയുള്ള മഹത്തുക്കളിൽ മഹത്തുക്കളായ ആളുകൾ, അവർ പാപികളാകാം, ദോഷികളാവാം. അള്ളാഹു ആദരിച്ചിട്ടുള്ള മഹത്തുക്കൾ ഈ ലോകത്ത് കണ്ണീരൊഴുക്കി കഴിയുന്നവരില്ല എങ്കിൽ, അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് നന്മകളും സുഹൃതങ്ങളും രഹസ്യമായി ചെയ്യുന്നവരില്ല എങ്കിൽ, ഈ ഭൂമി ലോകത്ത് തിരിഞ്ഞു നോക്കാനോ, ഈ ഭൂമി ലോകത്ത് നന്മ വർഷിക്കാനോ, ഈ ഭൂമി ലോകത്ത് റഹ്മത്ത് ചൊരിയാനോ അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല. ലം യുബാലി ബിഹിമുല്ലാഹു ബാലാ. അല്ല ഗൗനിക്കാത്ത ചണ്ടികൾ, അല്ല ഗൗനിക്കാത്ത ചവറുകളാണ് അവരെല്ലാവരും എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചവരിൽ ഈ ഉമ്മത്ത് മുഴുവൻ പെട്ടുപോയേനെ എങ്കിൽ ഖിയാമവും സംഭവിച്ചേനെ. ഖിയാമം സംഭവിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം മഹത്തുക്കൾ ഇന്നുമുണ്ടെന്നാണ്. സുഹൃതങ്ങൾ ചെയ്യുന്നവർ, നമുക്കതിന് പറ്റില്ല, നമുക്കതിന് കഴിയില്ല, നമുക്കതിന് അവസരമുണ്ടാകുന്നില്ല. ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ തൗഫീഖില്ല, ഉള്ളവർക്കില്ല എന്നല്ല ഞാൻ പറയുന്നതിനർത്ഥം. ഉള്ളവർക്കുണ്ടാകും, ഉള്ളവരുണ്ട്, പക്ഷെ കുറയും. അങ്ങനെയുള്ള ഈ ലോകത്തും നന്മയും സുഹൃതങ്ങളും ചെയ്തവരെ കൊണ്ട് നന്മയും സുഹൃതങ്ങളും ഇല്ലാത്ത ആളുകൾക്ക് രക്ഷപ്പെടുവാൻ പറ്റും.